ഹായ് ഹലോ വെൽക്കം ടു പി എസ് സി ട്രിക്സ് വിത്ത് അമ്മു. അപ്പോൾ ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് നമ്മുടെ SCERT എന്നുള്ള ഭരണഘടനയിലെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ നോക്കാൻ പോകുന്നത്. മോക്ക് ടെസ്റ്റ് രൂപത്തിലാണ്. അതിൻ്റെ റിലേറ്റഡ് ഫാക്ട് നമുക്ക് നോക്കിയിട്ട് പോവാം. നേരെ ക്ലാസ്സിലേക്ക് പോയാലോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിനെ കുറിച്ച് തെറ്റായത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 321 വിഭാഗങ്ങൾ എന്നാണ്. 321 വിഭാഗങ്ങൾ, 10 പട്ടികകൾ, കേന്ദ്രത്തിനും അന്നത്തെ പ്രവിശ്യകൾക്കുമായി അധികാരം വിഭജിച്ചു, 7 പ്രവിശ്യകളിൽ ദ്വിമണ്ഡല സഭകൾ, ദുർബല വിഭാഗങ്ങൾ, സ്ത്രീകൾ, തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേക മണ്ഡലങ്ങൾ. ഇതിലേതാണ് തെറ്റായിട്ടുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 7 പ്രവിശ്യകളിലല്ല 6 പ്രവിശ്യകളിലായിരുന്നു ദ്വിമണ്ഡല സഭകൾ ഉണ്ടായിരുന്നത്. ബാക്കിയെല്ലാം 35 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിനെ കുറിച്ച് ശരിയായതാണ്. നമ്മൾ SCERT എടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. SCERTൽ അങ്ങനെ തന്നെ ഒരു ഇതിൽ 35 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പറഞ്ഞിട്ടൊരു പദസൂര്യം പോലെ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? 321 വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു, 10 പട്ടികകൾ, കേന്ദ്രത്തിനും അന്നത്തെ പ്രവിശ്യകൾക്കുമായിട്ട് അധികാരം വിഭജിച്ചിട്ടുണ്ടായിരുന്നു, 6 പ്രവിശ്യകളിലാണ് ദ്വിമണ്ഡല സഭകൾ ഉണ്ടായിരുന്നത്, ദുർബല വിഭാഗങ്ങൾ, സ്ത്രീകൾ, തൊഴിലാളികൾ എന്നിവർക്ക് എന്തായിരുന്നു പ്രത്യേക മണ്ഡലങ്ങളും അനുവദിച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മൗലികാവകാശങ്ങളെക്കുറിച്ചുള്ള പ്രമേയം പാസ്സാക്കിയ കോൺഗ്രസ് സമ്മേളനം. മൗലികാവകാശങ്ങളെക്കുറിച്ചുള്ള പ്രമേയം പാസ്സാക്കിയ കോൺഗ്രസ് സമ്മേളനം സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഇത്. ഇതാണ് കറാച്ചിയാണ് അല്ലേ. കറാച്ചിയാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കണം നമ്മുടെ മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരായിരുന്നു? മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേലാണ് അല്ലേ. സർദാർ വല്ലഭായ് പട്ടേലാണ് എന്തെന്നറിയപ്പെടുന്നത്? മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. എന്നാൽ ചോദിക്കട്ടെ, നമ്മുടെ മൗലികാവകാശങ്ങൾ ഏത് ഭാഗത്തിലാണ് പറഞ്ഞിരിക്കുന്നത്? മൗലികാവകാശങ്ങൾ ഏത് ഭാഗത്തിലാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? 4-ലാണോ 3-ലാണോ? 3-ലാണ് അല്ലേ. ഭാഗം 3-ലാണ് മൗലികാവകാശങ്ങളെ കുറിച്ച് പറയുന്നത് അല്ലേ. ആർട്ടിക്കിൾ ചോദിച്ചാൽ എത്ര മുതലാണ്? 12 മുതൽ 35 വരെയുള്ള ആർട്ടിക്കിളിലാണ് നമ്മുടെ മൗലികാവകാശങ്ങളെ കുറിച്ച് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? മൗലികാവകാശങ്ങളെക്കുറിച്ചുള്ള പ്രമേയം പാസ്സാക്കിയ കോൺഗ്രസ് സമ്മേളനം കറാച്ചിയാണ്. നമ്മുടെ മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. ഭാഗം 3-ലാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ആർട്ടിക്കിൾ ചോദിച്ചാലോ 12 മുതൽ 35 വരെയാണ്. സ്ഥിരമായിട്ട് ചോദിക്കുന്ന വേറൊരു ക്വസ്റ്റ്യനാണ് ഈ ഭാഗത്തുനിന്ന്. നമ്മുടെ മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ആരാണെന്ന് 1 വേർഡായിട്ടൊക്കെ ചോദിക്കാറുള്ളതാണ്. മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? അത് സുപ്രീം കോടതിയാണ് കേട്ടോ. സുപ്രീം കോടതിയാണ്. എല്ലാവർക്കും ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മൗലികാവകാശങ്ങളുടെ സംരക്ഷണം ആരാണ്? സുപ്രീം കോടതിയാണ് അറിയപ്പെടുന്നത്. ഇനി അതുപോലെ തന്നെ ചോദിക്കുന്നതാണ് നമ്മുടെ ഭരണഘടനയുടെ ആണിക്കല്ല്, ഇന്ത്യയുടെ മാഗ്ന കാർട്ട, സ്വാതന്ത്ര്യത്തിൻ്റെ വിളക്കുകൾ എന്നിങ്ങനെ അറിയപ്പെടുന്നത് എന്ത് തന്നെയാണ്? മൗലികാവകാശങ്ങളാണ്. എങ്ങനെയൊക്കെയാണ് അറിയപ്പെടുന്നത്? ഭരണഘടനയുടെ ആണിക്കല്ല്, ഭരണഘടനയുടെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നുണ്ട്. ഇതൊക്കെ അറിയുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ്? സ്വാതന്ത്ര്യത്തിൻ്റെ വിളക്കുകൾ, സ്വാതന്ത്ര്യത്തിൻ്റെ വിളക്കുകൾ എന്നിങ്ങനെ അറിയപ്പെടുന്നത് എന്താണ്? നമ്മുടെ മൗലികാവകാശങ്ങൾ തന്നെയാണ് കേട്ടോ. ചിലപ്പോൾ ചോദിക്കാം ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് എന്താണ്? മൗലികാവകാശങ്ങളാണ്. ഈ സ്വാതന്ത്ര്യത്തിൻ്റെ വിളക്കുകൾ അല്ലെങ്കിൽ ഭരണഘടനയുടെ ആണിക്കല്ല് എന്നിങ്ങനെ അറിയപ്പെടുന്നത് എന്താണ്? മൗലികാവകാശങ്ങളാണ്. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ഭരണഘടന നിലവിൽ വന്ന സമയത്ത് 7 മൗലികാവകാശങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അതറിയാം. ഇപ്പം നിലവിൽ എത്ര മൗലികാവകാശങ്ങളുള്ളതെന്ന് ഓർമ്മയുണ്ടോ? 6 മൗലികാവകാശങ്ങൾ ഉണ്ട് കേട്ടോ. നിലവിൽ ഭരണഘടന നിലവിൽ വന്നപ്പോൾ 7 എണ്ണമായിരുന്നു. ഇപ്പോൾ എത്രണ്ണേ ഉള്ളൂ? 6 മൗലികാവകാശങ്ങളേ ഉള്ളൂ. എന്താണ് കാരണം? നമ്മുടെ 1978 44-ാം ഭേദഗതിയിലൂടെ എന്താക്കി? നമ്മുടെ സ്വത്തവകാശത്തെ മൗലികാവകാശത്തിൽ നിന്ന് മാറ്റി അതൊരു നിയമാവകാശമാക്കിയിട്ട് മാറ്റി. മനസ്സിലാവുന്നുണ്ടോ? 1978 44-ാം അമെൻമെൻറ്റിലൂടെ സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്തു. അതിപ്പോൾ എന്താണ്? സ്വത്തവകാശം എന്ന് പറയുന്നൊരു നിയമാവകാശമാണ്. അറിഞ്ഞിരിക്കുക കേട്ടോ. ഈ ഒരു ഭാഗവുമായിട്ട് അറിഞ്ഞിരിക്കുക കേട്ടോ. ഇനി നമുക്ക് നേരെ നമ്മുടെ മൗലികാവകാശങ്ങളിലേക്ക് പോവാം കേട്ടോ.
ഞാനിവിടെ ഓടിച്ചൊന്ന് പറയുന്നതേ ഉള്ളൂ കേട്ടോ. ആദ്യം സമത്വത്തിനുള്ള അവകാശം എത്ര മുതലാണ്? 14. ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയാണ് സമത്വത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നത്. 14 എന്താണ്? നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്ന്, എല്ലാവർക്കും തുല്യ പരിരക്ഷ നൽകണമെന്നും അനുശാസിക്കുന്ന ഒരു ആർട്ടിക്കിൾ ഏതാണ്? 14 സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 14. ഇനി ചോദിക്കുകയാണ് വിവേചനം പാടില്ല എന്ന് പറയുന്നത് ഏതാണ്? 15. നമ്മുടെ സ്ത്രീക്കും പുരുഷനും തുല്യത ഉറപ്പുവരുത്തുന്ന ഭരണഘടന ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? 15. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. സ്ത്രീക്കും പുരുഷനും തുല്യത ഉറപ്പുവരുത്തുന്ന ഭരണഘടന ആർട്ടിക്കിൾ ഏതാണ്? 15. ഓർത്തിരിക്കുക. അതുപോലെ തന്നെ പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പാക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? 16. പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പാക്കുന്നത് 16. തൊട്ടുകൂടായ്മ, അയിത്തം എന്നിവ നിരോധിക്കുന്നത് ഏതാണ്? 17. തൊട്ടുകൂടായ്മ, അയിത്തം എന്നിവ നിരോധിക്കുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? 17. നമ്മുടെ ഇന്ത്യയിൽ അയിത്ത നിരോധന നിയമം നിലവിൽ വന്നതും കൂടെ അറിഞ്ഞിരിക്കുക. 1955 ചോദിച്ചിട്ടുണ്ട്. പ്രിലിംസിന് തന്നെ മുന്നേ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ത്യയിൽ അയിത്ത നിരോധന നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? 1955. ഓർത്തിരിക്കുക കേട്ടോ. അതേപോലെ തന്നെ ഈ 17 വേറെ പ്രത്യേകത കൂടിയുണ്ട് അല്ലേ. എന്താണ്? മഹാത്മാഗാന്ധിക്ക് ജയ് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ഒരു ആർട്ടിക്കിളാണ് നമ്മുടെ 17 എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയാം അല്ലേ. ഇനി 18 എന്താണ്? നമ്മുടെ പദവീനാമങ്ങൾ നിർത്തലാക്കുന്നു. 18 എന്താണ്? പദവീനാമങ്ങൾ നിർത്തലാക്കുന്നു. അപ്പോൾ 14 മുതൽ 18 വരെയുള്ള ആർട്ടിക്കിൾ സെറ്റല്ലേ? എല്ലാവരും പഠിച്ചില്ലേ? നമുക്ക് അടുത്തതിലേക്ക് പോവാം. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എത്ര വരെയാണ്? 19 മുതൽ 22 വരെയാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നത്. എന്താണ് 19? നമ്മുടെ 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുകയാണ്. എന്തില്? 19. മനസ്സിലാവുന്നുണ്ട് ഏതൊക്കെയാണത്? അഭിപ്രായ സ്വാതന്ത്ര്യം, ആയുധങ്ങളില്ലാതെ സമാധാനപരമായി സമ്മേളിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം, സംഘടനകൾ രൂപീകരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം, ഇന്ത്യയിൽ ഉടനീളം സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇന്ത്യയിൽ എവിടെയും താമസിക്കാനുള്ള സ്വാതന്ത്ര്യം, മാന്യമായിട്ടുള്ള ഏത് തൊഴിലും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? 19 മുതൽ 22 വരെയാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നത്. അതിൽ 19 ആർട്ടിക്കിൾ 19 എന്താണ് പറയുന്നത്? 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഇത് 6 പഠിച്ചിരിക്കണം കേട്ടോ. ഞാൻ നമ്മുടെ ഭരണഘടനാ ക്ലാസ്സിൽ ഒരു കോഡൊക്കെ വെച്ചിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അത് കണ്ട് പഠിച്ചവർക്ക് കിട്ടും. 21 എന്താണ് പറയുന്നത്? ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് 21 എന്ന് പറയുന്നത്. 21 എന്താണ്? ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശമാണ്. ഇവിടെ ചോദ്യം വേറൊരു രീതിയിൽ വരാം. മൗലികാവകാശങ്ങളുടെ അടിത്തറ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന്. ഏതാണ്? 21. മനസ്സിലാവുന്നുണ്ടോ? മൗലികാവകാശങ്ങളുടെ അടിത്തറ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? 21. അതുപോലെ തന്നെ നമ്മുടെ സ്വകാര്യതയ്ക്കുള്ള അവകാശം ഏത് അവകാശത്തിലാണ് ഉൾപ്പെടുന്നതെന്ന് ചോദിച്ചാൽ അത് മൗലികാവകാശത്തിലാണ്. ഏതിലാണ് പെടുന്നത്? മൗലികാവകാശത്തിലാണ്. ഈ സ്വകാര്യതയ്ക്കുള്ള അവകാശം ഏത് ആർട്ടിക്കിളിലാണ് പറയുന്നതെന്ന് ചോദിച്ചാൽ അത് ഏതിലാണ്? 21. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ സ്വകാര്യതയ്ക്കുള്ള അവകാശം ഏത് അവകാശത്തിലാണ് ഉൾപ്പെടുന്നത് ചോദിച്ചാൽ മൗലികാവകാശത്തിൽ ഉൾപ്പെടുന്നു. അത് ഏത് സ്വകാര്യതയ്ക്കുള്ള അവകാശം ഉൾപ്പെടുന്ന അനുച്ഛേദം അല്ലെങ്കിൽ ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? 21. മനസ്സിലാവുന്നുണ്ടോ? ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം 21. അതുപോലെ തന്നെ സ്വകാര്യതയ്ക്കുള്ള അവകാശം എന്താണ് ഉൾക്കൊള്ളുന്ന ആർട്ടിക്കിൾ ഏതാണ്? അതും 21. മനസ്സിലാവുന്നുണ്ടോ? ഈ 21ൻ്റെ കൂടെ നമ്മളൊന്നും കൂടെ ആലോചിക്കുന്നുണ്ട്. 21A എല്ലാവർക്കും അറിയാലോ. 21A എന്താണ്? നമ്മുടെ 86 ഭേദഗതിയിൽ 2002 86 ഭേദഗതി എന്താണ്? 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് എന്താണ്? സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നടപ്പിലാക്കിയത് അല്ലേ. 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നടപ്പിലാക്കിയത് 86 ഭരണഘടനാ ഭേദഗതിയിലൂടെ. കൂട്ടിച്ചേർത്ത് എന്താണ്? 21A ആർട്ടിക്കിൾ കൂട്ടിച്ചേർത്തു. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും അല്ലേ. ഇനി 22 എന്താണ്? നിയമവിധേയമല്ലാത്ത അറസ്റ്റിനും തടങ്കലിനുമെതിരെ സംരക്ഷണം നൽകുന്നു. നിയമവിധേയമല്ലാത്ത അറസ്റ്റിനും തടങ്കലിനുമെതിരെ സംരക്ഷണം നൽകുന്നത് എന്താണ്? 22. ഇതിൻ്റെ കൂടെ തന്നെ ഓർത്തിരിക്കുക. ഇപ്പോൾ റീസെൻ്റായിട്ട് നടന്ന ചോദ്യപേപ്പറിലൊക്കെ ഈ ഒരു ക്വസ്റ്റ്യൻ ആവർത്തിച്ചിട്ടുണ്ട്. ഒരാളെ അറസ്റ്റ് ചെയ്താൽ എത്ര മണിക്കൂറിനുള്ളിലാണ് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കേണ്ടതെന്ന്. ഒരാളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര മണിക്കൂറിനുള്ളിലാണ് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കേണ്ടത്? അറിയോ? 24 മണിക്കൂറിനുള്ളിലാണ് കേട്ടോ. 24 മണിക്കൂറിനുള്ളിലാണ് മജിസ്ട്രേറ്റ് മുന്നിൽ ഒരാളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹാജരാക്കേണ്ടത്. ജസ്റ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊന്ന് ഓർത്തിരിക്കുക കേട്ടോ.
അപ്പോൾ നമ്മൾ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം നോക്കി 19 മുതൽ 22 വരെയുള്ള ആർട്ടിക്കിളിലാണ് സ്വാതന്ത്ര്യത്തിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. 19 എന്താണ് 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് പറയുന്നു. അതുപോലെ തന്നെ അവിടുന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ, നമ്മുടെ പത്രസ്വാതന്ത്ര്യം ഉൾക്കൊള്ളുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന്. പത്രസ്വാതന്ത്ര്യം ഉൾക്കൊള്ളുന്ന ആർട്ടിക്കിൾ ഏതാണ്? അത് 19 ക്ലോസ് എ ആണ് കേട്ടോ. 19 ക്ലോസ് എയിലാണ് പത്രസ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. 19 ക്ലോസ് എ, അതും കൂടെ ഒന്ന് ഓർത്തിരിക്കുക. ഇനി അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു എന്താണ്, ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്തിൽ വരുന്നു? 21 വരുന്നു. 22 എന്താണ്, നിയമവിധേയമല്ലാത്ത അറസ്റ്റിനും തടങ്കലിനുമെതിരെ സംരക്ഷണം നൽകുന്നു. അടുത്തത് നമുക്ക് നോക്കാം, ചൂഷണത്തിനെതിരെയുള്ള അവകാശം 23 24. 23 24 ആർട്ടിക്കിൾ എന്താണ് പറയുന്നത്? ചൂഷണത്തിനെതിരെയുള്ള അവകാശം. 23 എന്താണ്, മനുഷ്യക്കടത്ത്, അടിമത്തം എന്നിവ നിരോധിക്കുന്നു. മനുഷ്യക്കടത്തും അടിമത്തമൊക്കെ നിരോധിക്കുന്നത് ഏത് ആർട്ടിക്കിളാണ്? 23 പറയുന്നത്. 24 എന്താണ്, ബാലവേല. സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ആർട്ടിക്കിൾ 24 എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? ബാലവേല നിരോധിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ ഈ എത്ര വയസ്സിൽ താഴെയുള്ള കുട്ടികളെയാണ് ബാലവേല നിരോധിച്ചിരിക്കുന്നതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചോദിച്ചാൽ 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ് ബാലവേല നിരോധനമായിട്ട് കണക്കാക്കുന്നത് കേട്ടോ. 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ് ബാലവേലയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്, ബാലവേല ഇല്ലാതെ നിർമ്മിച്ചിട്ടുള്ള ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന ഗുണമേന്മ മുദ്ര ഏതാണ്? ഓർമ്മ വരുന്നുണ്ടോ? റെഗ്മാർക്കാണ് കേട്ടോ. റെഗ്മാർക്കാണ് നമ്മുടെ ബാലവേലയൊന്നും ഇല്ലാണ്ട് നിർമ്മിച്ചിട്ടുള്ള ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന ഗുണമേന്മ മുദ്ര എന്ന് പറയുന്നത് എന്താണ്? റെഗ്മാർക്കാണ് കേട്ടോ. അതിൻ്റെ ഇപ്പം നിലവിലെ പേര് അത് ഗുഡ് വീവ് എന്നാക്കിയിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത നോക്കാം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എത്രയാണ്? 25 മുതൽ 28 വരെയുള്ള ആർട്ടിക്കിളിലാണ് മതസ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള അവകാശം പറഞ്ഞിരിക്കുന്നത്. ഇതും പഠിക്കണം കേട്ടോ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിലുള്ള എല്ലാം പഠിക്കണം, ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. 25 എന്താണ് പറയുന്നത്? ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുന്നതിനും ആചരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള അവകാശമാണ് 25 പറയുന്നത്. ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുന്നതിനും ആചരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള അവകാശം എന്തിൽ പറയുന്നു? ആർട്ടിക്കിൾ 25 പറയുന്നത്. 26 മതവിഭാഗങ്ങൾക്ക് മതജീവകാരുണ്യ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നോക്കി നടത്താനുമുള്ള അവകാശത്തെക്കുറിച്ച് എന്ത് പറയുന്നു? 26 പറയുന്നു. ഈ 25ഉം 26 ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ 28 ചോദിച്ചിട്ടുണ്ട് കേട്ടോ. 25, 26, 28 ചോദിച്ചിട്ടുണ്ട് മുന്നേ. 26 എന്താണ്, മതവിഭാഗങ്ങൾക്ക് മതജീവകാരുണ്യ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാനും അതുപോലെ തന്നെ എന്താണ്, അത് നോക്കി നടത്താനുമുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 26. ഒരു മതത്തിൻ്റെ പ്രചാരണത്തിനും പരിപാലനത്തിനും വേണ്ടി നിർബന്ധിത നികുതി പാടില്ല എന്ന് പറയുന്നു. ഏത് ആർട്ടിക്കിളിലാണ്? 27 പറയുന്നത്. ഒരു മതത്തിൻ്റെ പ്രചാരണത്തിനോ അല്ലെങ്കിൽ ആ മതത്തിൻ്റെ പരിപാലനത്തിനോ വേണ്ടി എന്താണ്, നിർബന്ധിച്ചിട്ട് നികുതി ഈടാക്കാൻ പാടില്ല. എന്തിൽ പറയുന്നു? ആർട്ടിക്കിൾ 27 പറയുന്നു. അതുപോലെ തന്നെ നമ്മൾ 28 എന്താണ്, രാഷ്ട്രം അംഗീകരിച്ചിട്ടുള്ളതോ രാഷ്ട്രത്തിൻ്റെ നിധിയിൽ നിന്ന് സഹായം ലഭിക്കുന്നതോ ആയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എന്ത് പാടില്ല? മതബോധനം പാടില്ല. ഇതാണ് 28 പറയുന്നത്. അപ്പോൾ മതസ്വാതന്ത്ര്യം 25 മുതൽ 28 വരെയുള്ള ആർട്ടിക്കിളാണ്. ഓർത്തില്ലേ? പഠിച്ചില്ലേ? അടുത്തേക്ക് പോവാം. സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശം 29ഉം 30ഉം. സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശവും 29ഉം 30ഉം. പഠിച്ചവർ ജസ്റ്റ് ഇങ്ങനെ കേട്ടിരിക്കുക കേട്ടോ. ഒന്ന് ഓർമ്മയിലൊന്നിങ്ങനെ റീകളക്ട് ചെയ്യുക. 29 എന്താണ്, ന്യൂനപക്ഷ അവകാശ സംരക്ഷണം. 30 ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കാനും നടത്താനുമുള്ള അവകാശം ഉറപ്പു നൽകുന്ന വകുപ്പ് ഏതാണ്? 30, 29, 30. മനസ്സിലാവുന്നുണ്ടോ? 32 എന്താണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള അവകാശമാണ് 32 അല്ലേ? എന്താണ്, നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ച വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? 32. ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണത്. ഡോക്ടർ BR അംബേദ്കറുമായി സ്ഥിരമായിട്ട് പ്രിലിംസിനൊക്കെ ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ച വകുപ്പ് ഏതാണ്? 32. ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം. അതുപോലെ തന്നെ അതിനെ എങ്ങനെ അറിയപ്പെടുന്നു? മൗലികാവകാശങ്ങളിൽ എന്തായത്? മൗലികമായത് എന്നറിയപ്പെടുന്നു. നമ്മുടെ ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം 32 എങ്ങനെ അറിയപ്പെടുന്നു? മൗലികാവകാശങ്ങളിൽ മൗലികമായത് എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യനുമായിട്ട് ഇവിടെ ഓർത്തിരിക്കുക. ഈ നിങ്ങൾ മുന്നേ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് ഓർമ്മയിൽ വന്നില്ലേ? എന്തെങ്കിലും അറിയാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന ബുക്കോ അല്ലെങ്കിൽ എന്താണോ നിങ്ങൾ റെഫർ ചെയ്യുന്നത് അതെടുത്തിട്ട് ആ ഭാഗം കറക്റ്റ് ചെയ്യുക കേട്ടോ. ഞാൻ പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഓർമ്മക്കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ആ ഭാഗം കറക്റ്റ് ചെയ്തിട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ.
ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഭേദഗതി 86 യോജിച്ച പ്രസ്താവന ഏത്? ഭേദഗതി 86 ഭേദഗതിയുമായി യോജിച്ച പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പഞ്ചായത്തി രാജ് നഗരപാലിക നിയമം, ചരക്ക് സേവന നികുതി, പട്ടികകളുടെ എണ്ണം 9 വിദ്യാഭ്യാസം മൗലിക അവകാശമായി. ഏതാണ്? ഡി ആണല്ലേ ആൻസർ. വിദ്യാഭ്യാസം മൗലിക അവകാശമായി. 86 ഭേദഗതി ഏതാണ്? വിദ്യാഭ്യാസം മൗലിക അവകാശമായി മാറി. ഇനി പഞ്ചായത്തി രാജ് നഗരപാലിക നിയമമോ? 73 74 ആണല്ലേ നമ്മുടെ SCRTയിൽ പഠിച്ചത്. അത് കണ്ടവർക്ക് ഓർമ്മയുണ്ടാവും അല്ലേ? 73 74. ഇനി അടുത്തത് ചരക്ക് സേവന നികുതി 101 ഭേദഗതിയാണ്. ചരക്ക് സേവന GST ഏതാണ്? 101 ഭേദഗതിയാണ്. പട്ടികകളുടെ എണ്ണം 9 ആദ്യത്തെ 1 ഭേദഗതിയാണ്. 1951 1ാമത്തെ ഭേദഗതിയാണ് പട്ടികകളുടെ എണ്ണം 9. ഇതിൻ്റെയൊക്കെ വർഷം അറിഞ്ഞിരിക്കട്ടോ. പഞ്ചായത്തി രാജ് നഗരപാലിക നിയമം 1992. ഏതാണ്? 73 74 ഭേദഗതി. 73 74 ഭേദഗതി. ചരക്ക് സേവന നികുതി എന്നാണ്? 2016 101 ഭേദഗതി. മനസ്സിലാവുന്നുണ്ടോ? പട്ടികകളുടെ എണ്ണമാക്കിയത് എന്താണ്? 1 ഭേദഗതിയാണ് 1951. വിദ്യാഭ്യാസം അറിയാലോ, 86 2002. ഇത് വർഷം പഠിച്ചിരിക്കുക കേട്ടോ ഇതിൻ്റെയൊക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചെറുഭരണഘടന എന്ന് വിളിക്കപ്പെടുന്ന ഭേദഗതി ഏത്? ചെറുഭരണഘടന എന്ന് വിളിക്കപ്പെടുന്ന ഭേദഗതി ഏതാണ്? 42. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, അറിയില്ലെങ്കിൽ പഠിച്ചിട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിട്ടുള്ളവയിൽ നിന്നും പ്രത്യക്ഷ ജനാധിപത്യ മാർഗങ്ങളിൽ പെടുന്നത് ഏതെല്ലാം? താഴെ കൊടുത്തിട്ടുള്ളവയിൽ നിന്നും പ്രത്യക്ഷ ജനാധിപത്യ മാർഗങ്ങളിൽ പെടുന്നത് ഏതെല്ലാം? തിരിച്ചുവിളിക്കൽ, ജനഹിത പരിശോധന, അഭിക്രമം, മുൻകൈ എടുക്കൽ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 1, 2, 3, 4 എന്താണ്? നമ്മുടെ പ്രത്യക്ഷ ജനാധിപത്യ മാർഗങ്ങളിൽ പെടുന്നതാണ്. തിരിച്ചുവിളിക്കൽ, ജനഹിത പരിശോധന, അഭിക്രമം, മുൻകൈ എടുക്കൽ. ഇനി നമുക്ക് ഇതിൻ്റെ SCRT ഭാഗങ്ങളിലേക്കൊന്ന് പോയാലോ. ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഉത്ഭവം പുരാതന ഗ്രീസിലെ നഗരരാഷ്ട്രങ്ങളിലായിരുന്നു. ഏതൻസ് ആണ് ഈ നഗരരാഷ്ട്രങ്ങളിൽ ഏറ്റവും പ്രമുഖമായത്. ജനങ്ങൾ എന്നർത്ഥം വരുന്ന ഡെമോസ് അധികാരം എന്നർത്ഥം വരുന്ന ക്രാറ്റോസ് എന്നീ ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് ജനങ്ങളുടെ അധികാരം എന്നർത്ഥം വരുന്ന ഡെമോക്രസി എന്ന വാക്ക് രൂപം കൊണ്ടിട്ടുള്ളത്. ഏതൊക്കെയാണ്? ഡെമോസ് അധികാരം എന്നർത്ഥം വരുന്നതും ക്രാറ്റോസ് ജനങ്ങൾ എന്നർത്ഥം വരുന്ന ഡെമോസ് എന്ന വേർഡിൽ നിന്നും അതുപോലെ തന്നെ അധികാരം എന്നർത്ഥം വരുന്ന ക്രാറ്റോസ് എന്ന ഗ്രീക്ക് പദങ്ങളിൽ നിന്നുമാണ് നമ്മളുടെ ഡെമോക്രസി എന്ന വാക്ക് രൂപം കൊണ്ടിട്ടുള്ളത്. വ്യക്തി സ്വാതന്ത്ര്യത്തെയും വ്യക്തിയുടെ കഴിവിനെയും വിലമതിച്ചിരുന്ന സാംസ്കാരികമായിരുന്നു ഏതൻസിൽ ഉണ്ടായിരുന്നത്. രാഷ്ട്രത്തെ സംബന്ധിക്കുന്ന എല്ലാ തീരുമാനവും എടുത്തിരുന്നത് പൗരർ നേരിട്ടാണ്. അതുപോലെ സൈനിക മേധാവികളെയും ന്യായാധിപരെയും ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുത്തിരുന്നു. ഇങ്ങനെ ഭരണത്തിലും നിയമനിർമ്മാണത്തിലും ജനങ്ങൾ നേരിട്ട് പങ്കെടുക്കുന്ന ജനാധിപത്യ വ്യവസ്ഥ എന്തു പറയുന്നു? പ്രത്യക്ഷ ജനാധിപത്യം എന്ന് വിളിക്കുന്നു. നമ്മുടെ ഓരോരുത്തരെ തിരഞ്ഞെടുക്കുന്നതും എന്താണ് ഇവിടെ പറയുകയാണെങ്കിൽ നമ്മുടെ ഭരണത്തിലും നിയമനിർമ്മാണത്തിലും എന്താണ് ജനങ്ങൾ നേരിട്ട് പങ്കെടുക്കുന്ന ഒരു ജനാധിപത്യ വ്യവസ്ഥയാണ് എന്ത് വിളിക്കുന്നത്? പ്രത്യക്ഷ ജനാധിപത്യം എന്ന് വിളിക്കുന്നത്. എന്നാൽ ഏതൻസിൽ നിലനിന്നിരുന്ന ജനാധിപത്യ സംവിധാനത്തിൽ അടിമകൾക്കും സ്ത്രീകൾക്കും പങ്കാളിത്തം ഉണ്ടായിരുന്നില്ല എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ പരിമിതിയായിട്ട് പറയുന്നത് കേട്ടോ ഇവിടെ. ഇനി നമുക്ക് നോക്കാം പ്രത്യക്ഷ ജനാധിപത്യ മാർഗങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 1 ജനഹിത പരിശോധന. എന്താണ്? നിയമനിർമ്മാണ സഭ പാസാക്കുന്ന നിയമങ്ങൾ ജനങ്ങളുടെ അംഗീകാരത്തിനായി സമർപ്പിച്ച് വോട്ടെടുപ്പ് നടത്തുന്ന പ്രക്രിയയാണ് എന്ത് പറയുന്നത്? ജനഹിത പരിശോധന എന്ന് പറയുന്നത്. എന്താണ്? നിയമനിർമ്മാണ സഭ പാസാക്കുന്ന നിയമങ്ങൾ ജനങ്ങളുടെ അംഗീകാരത്തിനായി സമർപ്പിച്ച് വോട്ടെടുപ്പ് നടത്തുന്ന പ്രക്രിയയാണ് ജനഹിത പരിശോധന. അടുത്തതാണ് റീകോൾ അല്ലെങ്കിൽ തിരിച്ചു വിളിക്കൽ. ജനപ്രതിനിധികളെ അവരുടെ പ്രവർത്തനം മോശമാകുമ്പോൾ പദവിയിൽ നിന്ന് നീക്കം ചെയ്യുന്ന പ്രക്രിയയാണ് തിരിച്ചു വിളിക്കൽ. മനസ്സിലാവുന്നുണ്ടോ? ജനപ്രതിനിധികളെ അവരുടെ പ്രവർത്തനം മോശമാകുമ്പോൾ പദവിയിൽ നിന്നും നീക്കം ചെയ്യുന്നൊരു പ്രക്രിയയാണ് തിരിച്ചു വിളിക്കൽ. ഒരു നിശ്ചിത ശതമാനം വോട്ടർമാർ രേഖാമൂലം ആവശ്യപ്പെടുന്നതിലൂടെയാണ് ഇത് നടപ്പിലാക്കുന്നത്. തിരിച്ചു വിളിക്കൽ എന്ന് പറഞ്ഞിട്ടുള്ളത് നടപ്പിലാക്കുന്നത്. നമ്മുടെ മമ്മൂട്ടിയുടെ ഒരു സിനിമയുണ്ട് 1 എന്ന് പറഞ്ഞിട്ട്. അതിൽ ഈ ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്, റീകോളിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ കേട്ടോ, ഓർമ്മ വന്നപ്പോൾ. അടുത്താണ് അഭിക്രമം. വളരെ ഗൗരവമേറിയ പൊതുപ്രശ്നങ്ങളിൽ ജനങ്ങളുടെ തീരുമാനം അറിയുന്നതിനുള്ളൊരു മാർഗ്ഗമാണ് അഭിക്രമം എന്ന് പറയുന്നത്. വളരെ ഗൗരവമായിട്ടുള്ളൊരു പൊതുപ്രശ്നമാണെങ്കിൽ അതിലെന്താണ് ജനങ്ങളുടെ തീരുമാനം അറിയാനുള്ളൊരു മാർഗ്ഗമാണ് അഭിക്രമം എന്ന് പറയുന്നത്. അടുത്തതാണ് മുൻകൈയെടുക്കൽ. നിയമനിർമ്മാണത്തിൽ ജനങ്ങൾ നേരിട്ടിടപെടാനുള്ള മാർഗം. തങ്ങൾ ആഗ്രഹിക്കുന്ന
നിയമത്തിൻ്റെ കരട് രൂപമോ പൂർണ്ണരൂപമോ നിയമനിർമ്മാണ സഭയ്ക്ക് സമർപ്പിക്കുന്നു. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? മുൻകൈയെടുക്കൽ എന്ന് പറയുന്നത്. ഇനി പ്രത്യക്ഷ ജനാധിപത്യ ഉപാധികൾ നിലവിലുള്ള രാഷ്ട്രം ഏതാണ്? സ്വിറ്റ്സർലാൻഡ് ആണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചേക്കെ. പ്രത്യക്ഷ ജനാധിപത്യ ഉപാധികൾ നിലവിലുള്ള രാഷ്ട്രം ഏതാണ്? സ്വിറ്റ്സർലാൻഡ് ആണ് നമ്മുടെ ഇതിൽ കൊടുത്തിരിക്കുന്നത്, SCERT കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിരിക്കെ. പ്രത്യക്ഷ ജനാധിപത്യ ഉപാധികൾ നിലവിലുള്ള രാഷ്ട്രം ഏതാണ്? സ്വിറ്റ്സർലാൻഡ് ആണ്. അപ്പോൾ ഇതാണ് പ്രത്യക്ഷ ജനാധിപത്യ മാർഗങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. ഇതിൽ പോസ് ചെയ്തിട്ട് നിങ്ങളുടേതായിട്ടുള്ളതിൽ നിങ്ങൾ നോട്ട്സ് എഴുതുക കേട്ടോ. അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ എഴുതി വെച്ചിട്ട് അതങ്ങനെ തന്നെ എഴുതി വെച്ചാലും മതിയാവും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിട്ടുള്ള പ്രസ്താവനയിൽ പാർലമെൻ്ററി വ്യവസ്ഥയുടെ സവിശേഷതകളിൽ പെടാത്തതേത്? രാഷ്ട്രത്തലവൻ്റെ അധികാരങ്ങൾ നാമമാത്രമായിരിക്കും. ഭരണത്തലവൻ പ്രധാനമന്ത്രിയാണ്. കാര്യനിർവഹണ വിഭാഗത്തെ നിയമനിർമ്മാണ സഭ നിയന്ത്രിക്കുന്നു. നിയമനിർമ്മാണ സഭയിലെ ഭൂരിപക്ഷം ലഭിക്കുന്ന കക്ഷിയുടെ നേതാവായിരിക്കില്ല പ്രധാനമന്ത്രി. പാർലമെൻ്ററി വ്യവസ്ഥയുടെ സവിശേഷതയാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ ഡി ആണല്ലേ ആൻസറായിട്ട് വരുന്നത്. നിയമനിർമ്മാണ സഭയിലെ ഭൂരിപക്ഷം ലഭിക്കുന്ന കക്ഷിയുടെ നേതാവായിരിക്കും എന്തെന്ന് പറയുന്നത്? പ്രധാനമന്ത്രി എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം എന്താണ്? ശരിയാണ്. രാഷ്ട്രത്തലവൻ്റെ അധികാരങ്ങൾ നാമമാത്രമായിരിക്കും. ഭരണത്തലവൻ പ്രധാനമന്ത്രിയാണ്. കാര്യനിർവഹണ വിഭാഗത്തെ നിയമനിർമ്മാണ സഭ നിയന്ത്രിക്കുന്നു. നിയമനിർമ്മാണ സഭയിലെ ഭൂരിപക്ഷം ലഭിക്കുന്ന കക്ഷിയുടെ നേതാവായിരിക്കും പ്രധാനമന്ത്രി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കത് നോക്കിയാലോ. എന്തൊക്കെയാണ് പാർലമെൻ്ററി വ്യവസ്ഥയുടെ സവിശേഷതകൾ? കാര്യനിർവഹണ വിഭാഗത്തെ നിയമനിർമ്മാണ സഭ നിയന്ത്രിക്കുന്നു. രാഷ്ട്രത്തലവൻ്റെ അധികാരങ്ങൾ നാമമാത്രമായിരിക്കും. രാജാവോ രാജ്ഞിയോ പ്രസിഡന്റോ ആയിരിക്കും രാഷ്ട്രത്തലവൻ എന്ന് പറയുന്നത്. ഭരണത്തലവൻ പ്രധാനമന്ത്രിയായിരിക്കും. നിയമനിർമ്മാണ സഭയിലെ ഭൂരിപക്ഷം ലഭിക്കുന്ന കക്ഷിയുടെ നേതാവായിരിക്കും പ്രധാനമന്ത്രി. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയ്ക്ക് നിയമനിർമ്മാണ സഭയോട് കൂട്ടുത്തരവാദിത്തം ഉണ്ടായിരിക്കും. അപ്പോൾ ഈ പാർലമെൻ്ററി വ്യവസ്ഥയുടെ സവിശേഷതകൾ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഭാഗം എടുത്തത് കേട്ടോ. അപ്പോൾ ഇത് പഠിക്കണേ, സവിശേഷതകൾ പഠിച്ചിരിക്കണേ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. നിങ്ങൾ പറഞ്ഞതിനോട് ഞാൻ വിയോജിക്കുന്നു, പക്ഷെ അത് പറയാനുള്ള നിങ്ങളുടെ അവകാശത്തിനായി ഞാൻ മരണം വരെ പോരാടും. ആരുടെയാണ് വാക്കുകൾ? JS മില്ല്, ഗാന്ധിജി, വോൾട്ടയർ, മില്ലർ. ഓപ്ഷൻ സി ആണ്. വോൾട്ടയർ ആണ് പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞതിനോട് ഞാൻ വിയോജിക്കുന്നു, പക്ഷെ അത് പറയാനുള്ള നിങ്ങളുടെ അവകാശത്തിനായിട്ട് ഞാൻ മരണം വരെ പോരാടുമെന്ന് പറഞ്ഞത് ആരാണ്? വോൾട്ടയർ ആണ്. താഴെ പറയുന്നവയിൽ പൗരാവകാശങ്ങളിൽ ഉൾപ്പെടാത്തതേത്? താഴെ പറയുന്നവയിൽ പൗരാവകാശങ്ങളിൽ ഉൾപ്പെടാത്തതേത്? നിയമത്തിന് മുന്നിൽ തുല്യത, അഭിപ്രായ സ്വാതന്ത്ര്യം, സമ്മേളിക്കുന്നതിനും സംഘടിക്കുന്നതിനുമുള്ള അവകാശം, ജോലി ചെയ്യുന്നതിനുള്ള അവകാശം. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ജോലി ചെയ്യുന്നതിനുള്ള അവകാശം. അപ്പം നമുക്ക് പൗരാവകാശങ്ങളും ബാക്കിയുള്ള അവകാശങ്ങളൊക്കെ ഒന്ന് നോക്കാം. ജനാധിപത്യത്തിൻ്റെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും അവകാശങ്ങൾ അത്യന്താപേക്ഷിതമാണ്. മനുഷ്യരെന്ന നിലയ്ക്ക് അന്തസ്സുറ്റതും അർത്ഥപൂർണവുമായ ജീവിതം നയിക്കാൻ ആവശ്യമായ സാഹചര്യങ്ങളാണ് എന്ത് എന്ന് പറയുന്നത്? അവകാശങ്ങൾ എന്ന് പറയുന്നത്. നമ്മുടെ മനുഷ്യരെന്ന നിലയ്ക്ക് അന്തസ്സുറ്റതും നല്ല ഒരു ജീവിതവും നയിക്കാൻ ആവശ്യമായിട്ടുള്ള സാഹചര്യങ്ങളെയാണ് ഇവിടെ അവകാശങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നാം ആഗ്രഹിക്കുന്നതും താല്പര്യപ്പെടുന്നതുമായ എല്ലാം അവകാശമല്ല. അത് കേവലം അവകാശവാദം മാത്രമാണ്. നിയമപരമായി അംഗീകാരമുള്ള അവകാശവാദങ്ങളെയാണ് അവകാശമായിട്ട് കണക്കാക്കുന്നത്. പല പ്രമുഖ രാഷ്ട്രീയ ചിന്തകരും അഭിപ്രായപ്പെടുന്നത് അവകാശങ്ങൾ രാഷ്ട്രത്തിൻ്റെ രൂപീകരണത്തിന് മുമ്പേ ഉത്ഭവിച്ചതും പ്രകൃതിദത്തവുമാണെന്നാണ്. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സ്വത്തവകാശം, ജീവിക്കാനുള്ള അവകാശം എന്നിവയാണ് പ്രധാനപ്പെട്ട പ്രകൃതിദത്ത അവകാശങ്ങൾ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് പ്രകൃതിദത്ത അവകാശങ്ങൾ? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സ്വത്തവകാശം, ജീവിക്കാനുള്ള അവകാശം എന്നിവ എന്താണ്? നാച്ചുറൽ റൈറ്റ്സ് ആണ്, പ്രകൃതിദത്ത അവകാശങ്ങളാണ്. അവകാശങ്ങൾക്ക് നിയമപരമായ അംഗീകാരം നൽകുന്നതിൻ്റെ ഭാഗമായി ഒരു അവകാശ പത്രിക മിക്ക രാജ്യങ്ങളുടെയും ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടനയിൽ ഭാഗം 3 നൽകിയിട്ടുള്ള മൗലികാവകാശങ്ങൾ എന്തിനുദാഹരണമാണ്? അത്തരത്തിലുള്ള ഒരു അവകാശങ്ങൾക്ക് ഉദാഹരണമാണ്. ഭാഗം 3 മൗലികാവകാശങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പലതരം അവകാശങ്ങളൊന്ന് നോക്കിയാലോ. ഒന്നാമത്തെ നോക്കാം, രാഷ്ട്രീയ അവകാശങ്ങൾ. മനസ്സിലാക്കി പോവാട്ടോ. രാഷ്ട്രീയ അവകാശങ്ങളിൽ എന്തൊക്കെ പെടും? വോട്ടവകാശം, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശം, പൊതുസ്ഥാനങ്ങൾ വഹിക്കുന്നതിനുള്ള അവകാശം, ഗവൺമെൻറ്റിനെ വിമർശിക്കാനുള്ള അവകാശം. ഇത്രയും എന്തിലാണ് പെടുന്നത്? രാഷ്ട്രീയപരമായിട്ടുള്ള അവകാശങ്ങളിലാണ് പെടുന്നത്. വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശമുണ്ട്, പിന്നെന്താണ്, തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും സ്ഥാനങ്ങൾ കിട്ടുമ്പോൾ അത് വഹിക്കാനുള്ള അവകാശമുണ്ട്, പിന്നെന്താണ്, ഗവൺമെൻറ്റിനെയൊക്കെ വിമർശിക്കാനുള്ള അവകാശവും ഉണ്ട്. അതെന്തിൽ പെടുന്നു? രാഷ്ട്രീയ അവകാശത്തിലാണ് പെടുന്നത്. അടുത്തതാണ് പൗരാവകാശങ്ങൾ. എന്തൊക്കെയാണ്? നിയമത്തിന് മുന്നിൽ തുല്യത വേണം, സ്വാതന്ത്ര്യവും നീതിയുക്തവുമായിട്ടുള്ള വിചാരണയ്ക്കുള്ള അവകാശം,
സമ്മേളിക്കുന്നതിനും സംഘടിക്കാനുമുള്ളൊരു അവകാശം, പിന്നെന്താണ് അഭിപ്രായ സ്വാതന്ത്ര്യം. ഇത്രയും എന്തിലാണ് പെടുന്നത്? നമ്മുടെ പൗരാവകാശങ്ങളിലാണ് ഇത്രയും പെടുന്നത് കേട്ടോ. നിയമത്തിന് മുന്നിൽ തുല്യത, സ്വാതന്ത്ര്യവും നീതിയുക്തവുമായ വിചാരണയ്ക്കുള്ള അവകാശം, സമ്മേളിക്കുന്നതിനും സംഘടിക്കാനുമുള്ള അവകാശം, അഭിപ്രായ സ്വാതന്ത്ര്യം. ഇത്രയും എന്തിൽ പെടുന്നു? പൗരൻ്റെ അവകാശത്തിലാണ് പെടുന്നത്. അടുത്താണ് സാമ്പത്തിക അവകാശങ്ങൾ. ജോലി ചെയ്യാനുള്ള അവകാശം എന്തിൽ പെടുന്നു? സാമ്പത്തിക അവകാശങ്ങളിലാണ് പെടുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ജോലി ചെയ്യാനുള്ള അവകാശം എന്താണ്? സാമ്പത്തിക അവകാശങ്ങൾ. ജോലി ചെയ്തിട്ട് എന്താണ് നമുക്ക് കിട്ടുന്നത്? എന്താണ്? കൂലിയാണ്. അത് സാമ്പത്തിക ഭദ്രതയ്ക്കുള്ളതാണ്. അപ്പോൾ ജോലി ചെയ്യുന്നതിനുള്ള അവകാശം എന്തിൽ പെടുന്നു? സാമ്പത്തിക അവകാശങ്ങളിലാണ് പെടുന്നത്. പര്യാപ്തമായ കൂലി ലഭിക്കുന്നതിനുള്ള അവകാശം, രാഷ്ട്രത്തിൻ്റെ വിഭവങ്ങൾക്കും സമ്പത്തിനു മേലുള്ള തുല്യ അവകാശം. അപ്പോൾ ഇത്രയും എന്തിൽ പെടുന്നു? സാമ്പത്തിക അവകാശങ്ങളാണ്. ഭാഷ, ലിപി എന്നിവ സംരക്ഷിക്കുന്നതിനുള്ള അവകാശം, മാതൃഭാഷയിൽ വിദ്യാഭ്യാസം ചെയ്യുന്നതിനുള്ള അവകാശം, തദ്ദേശ ജനതയ്ക്ക് അവരുടെ സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കുന്നതിനുള്ള അവകാശം. ഇത്രയും സാംസ്കാരിക അവകാശങ്ങളിലാണ് പെടുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവകാശങ്ങളാണിത്. ഭാഷ, ലിപി എന്നിവ നമുക്ക് സംരക്ഷിക്കാം. നമ്മുടെ തനതായിട്ടുള്ള ഭാഷയും ലിപിയൊക്കെ നമുക്ക് സംരക്ഷിക്കാനുള്ളൊരു അവകാശം. പിന്നെന്താണ്? ഏതാണോ നമ്മുടെ മദർ ടങ്ക്, ഏതാണോ നമ്മുടെ മാതൃഭാഷ, അതിൽ തന്നെ വിദ്യാഭ്യാസം ചെയ്യാനുള്ള അവകാശം. പിന്നെന്താണ്? ഓരോ ദേശക്കാരുടെ ആ ദേശക്കാരുടെ ജനതയ്ക്ക് അവരുടെ സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കാനുള്ള, ആ ദേശത്തിൻ്റെ സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കാനുള്ള അവകാശം. അപ്പോൾ ഇത്രയും എന്തിൽ പെടുന്നു? സാംസ്കാരിക അവകാശങ്ങളിൽ പെടുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ SCERT കൊടുത്തിരിക്കുന്ന പലതരം അവകാശങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിൽ പോകാം. ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തെക്കുറിച്ച് പറയുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത്? സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തെക്കുറിച്ച് പറയുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത്? ഏതാണ്? ഓപ്ഷൻ എ ആണ്. 326 നമ്മുടെ പ്രായപൂർത്തി വോട്ടവകാശത്തെക്കുറിച്ച് പറയുന്നത് കേട്ടോ. നമ്മുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമുക്ക് നോക്കാം. നമ്മുടെ ഈ ഭരണഘടന പ്രാബല്യത്തിൽ വന്നപ്പോൾ വോട്ടവകാശത്തിനുള്ള ഏജ് എന്ന് പറയുന്നത് 21 അപ്പോൾ ചോദിക്കുന്നത് എത്രാം ഭേദഗതി പ്രകാരമാണ് നമ്മുടെ ഈ 21 എന്നുള്ള പ്രായം, അതായത് വോട്ടവകാശത്തിനുള്ള 21 എന്നുള്ള പ്രായം 18 കുറച്ചത്? ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 61 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് കേട്ടോ. 61 ഭരണഘടനാ ഭേദഗതിയിലൂടെ എന്ത് ചെയ്തു? നമ്മുടെ ഈ പ്രായപൂർത്തി വോട്ടവകാശത്തിനുള്ള ഏജ് 21 എന്ന് പറയുന്നത് എന്തൊക്കെ കുറച്ചു? 18 കുറച്ചു. വർഷം കൂടി ഓർത്തിരിക്കട്ടെ. 1989 കേട്ടോ. 1989 61 ഭരണഘടനാ ഭേദഗതി പ്രകാരം വോട്ടവകാശത്തിനുള്ള ഏജ് എന്താക്കി കുറച്ചു? 18 കുറച്ചു. ഓർത്തിരിക്കട്ടെ അതുമായിട്ട് ബന്ധപ്പെട്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വൈദേശിക ആധിപത്യത്തിനെതിരെ ദേശീയ തലത്തിൽ രൂപം കൊണ്ട ആദ്യ സംഘടന. വൈദേശിക ആധിപത്യത്തിനെതിരെ ദേശീയ തലത്തിൽ രൂപം കൊണ്ട ആദ്യ സംഘടന ഏത്? ഓപ്ഷൻ ഡി INC ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് വൈദേശിക ആധിപത്യത്തിനെതിരെ ദേശീയ തലത്തിൽ രൂപം കൊണ്ട ആദ്യ സംഘടന എന്ന് പറയുന്നത്. പൂനെ സാർവജനിക് സഭ, ഇന്ത്യൻ അസോസിയേഷൻ, മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ, ഇതൊക്കെ ആ കാലങ്ങളിൽ ഉയർന്നു വന്നിട്ടുള്ള പല സംഘടനകൾ തന്നെയാണ്. പക്ഷേ ദേശീയ തലത്തിൽ രൂപം കൊണ്ടിട്ടുള്ള ആദ്യ സംഘടന ഏതാണെന്ന് ചോദിച്ചാൽ അത് INC ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് കേട്ടോ. 1885 ഇവിടെ കൊടുത്തിട്ടുള്ള ഈ 3 എണ്ണത്തിൻ്റെയും വർഷങ്ങൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. പൂനെ സാർവജനിക് സഭ എന്നാണ് വർഷം? 1870 കേട്ടോ. 1870 രൂപം കൊണ്ടതാണ് പൂനെ സാർവജനിക് സഭ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇന്ത്യൻ അസോസിയേഷൻ ആണെങ്കിലോ 1876 രൂപം കൊണ്ടത്. അതേപോലെ മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ ആണെങ്കിലോ 1852 രൂപം കൊണ്ടത് കേട്ടോ. 1870 പൂനെ സാർവജനിക് സഭയും ഇന്ത്യൻ അസോസിയേഷൻ 1876 മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ 1852 INC എന്നാണ് 1885 രൂപം കൊണ്ടത്. താഴെ കൊടുത്തിട്ടുള്ളവയിൽ രാജ്യസഭയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? താഴെ കൊടുത്തിട്ടുള്ളവയിൽ രാജ്യസഭയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. രാജ്യസഭാംഗത്തിൻ്റെ കാലാവധി 6 വർഷം. സഭാംഗം ആകാനുള്ള കുറഞ്ഞ പ്രായം 30 വയസ്സ്. പാർലമെൻറ്റിൻ്റെ അധോസഭ എന്നറിയപ്പെടുന്നു. 11 D ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. പാർലമെൻറ്റിൻ്റെ അധോസഭ ഏതാണ്? അത് ലോകസഭയാണ് അല്ലേ. ലോകസഭയാണ് അധോസഭ എന്ന പേരിൽ അറിയപ്പെടുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലോകസഭയുടെ കാലാവധി എത്ര വർഷമാണ്? 5 വർഷമാണ് കേട്ടോ. 5 വർഷമാണ് ലോകസഭയുടെ കാലാവധി എന്ന് പറയുന്നത്. അധ്യക്ഷൻ ആരാണ്?
അധ്യക്ഷൻ സ്പീക്കറാണ്. എല്ലാം ജസ്റ്റ് ഒന്ന് ചുരുക്കി പറഞ്ഞു പോവാണേ. അധ്യക്ഷൻ ആരാണ്? സ്പീക്കറാണ്. ആണ്. നമ്മുടെ ലോകസഭാ അംഗമാകാനുള്ള കുറഞ്ഞ പ്രായം എത്രയാണ്? 25 കേട്ടോ. ലോകസഭ ആകാനുള്ള കുറഞ്ഞ പ്രായം 25. അതുപോലെ തന്നെ നമ്മുടെ ലോകസഭയുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കുക, നമ്മുടെ ധനബില്ലും അവിശ്വാസ പ്രമേയവും അവതരിപ്പിക്കപ്പെടുന്നത് ആദ്യം എവിടെയായിരിക്കും? ലോകസഭയിലായിരിക്കും. ധനബില്ലും അവിശ്വാസ പ്രമേയവും അവതരിപ്പിക്കപ്പെടുന്നത് എവിടെയായിരിക്കും? അത് ലോകസഭയിലായിരിക്കും. അതോ സഭ എന്നറിയപ്പെടുന്ന ലോകസഭയിലായിരിക്കും. അങ്ങനെയെങ്കിൽ രാജ്യസഭ എന്തൊക്കെയാണ് പറഞ്ഞത്? ഒരു സ്ഥിരം സഭയാണ്. പിന്നെന്താണ്? അംഗത്തിൻ്റെ കാലാവധി എത്രയാണ്? 6 വർഷമാണ്. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. രാജ്യസഭാംഗത്തിൻ്റെ കാലാവധി 6 വർഷമാണ്. രാജ്യസഭാംഗമാകാനുള്ള കുറഞ്ഞ പ്രായം എത്രയാണ്? 30 വയസ്സാണ്. അതുപോലെ തന്നെ എങ്ങനെ അറിയപ്പെടുന്നു? ഉപരിസഭ. രാജ്യസഭ എങ്ങനെയാണ്? ഉപരിസഭ എന്നാണ് അറിയപ്പെടുന്നത്. അധ്യക്ഷൻ ആരായിരിക്കും? ഉപ വെച്ചിട്ട് തന്നെ ആരാണ്? ഉപരാഷ്ട്രപതി. ഉപരിസഭയാണെങ്കിൽ ഉപരാഷ്ട്രപതിയായിരിക്കും അധ്യക്ഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ഈ ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യാനുള്ള നടപടിക്രമങ്ങളൊക്കെ ആരംഭിക്കുന്നത് രാജ്യസഭയിൽ നിന്നാണ് കേട്ടോ. അതും കൂടെ ജസ്റ്റ് ഒന്ന് ഓർമ്മിരിക്കുക. ഉപരിസഭ, ഉപരാഷ്ട്രപതി. അപ്പോൾ വീണ്ടും എന്താണ്? ഉപരാഷ്ട്രപതിയൊക്കെ നീക്കം ചെയ്യാനുള്ള നടപടിക്രമങ്ങളൊക്കെ എവിടെ ആരംഭിക്കും? നമ്മുടെ രാജ്യസഭയിലാണ് ആരംഭിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? താഴെ കൊടുത്തിട്ടുള്ളവയിൽ അയവുള്ള ഭേദഗതിക്ക് ഉദാഹരണമായി വരാത്തത് ഏത്? ഏതൊക്കെയാണ്? മൗലികാവകാശങ്ങളാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. മൗലികാവകാശങ്ങൾ അതെന്താണ്? അയവുള്ള ഭേദഗതിക്ക് ഉദാഹരണമായി വരില്ല. മൗലികാവകാശങ്ങൾ എന്താണ്? ദൃഢമായിട്ടുള്ള ഭേദഗതിയാണ്. സംസ്ഥാനങ്ങളുടെ പേര്, പൗരത്വം, അതിരുകൾ എന്നിവ എന്താണ്? അയവുള്ള ഭേദഗതിക്ക് ഉദാഹരണങ്ങളാണ്. പറഞ്ഞിരിക്കട്ടെ. അയവുള്ള ഭേദഗതിക്ക് ഏതൊക്കെയാണ് ഉദാഹരണം? സംസ്ഥാനങ്ങളുടെ പേര്, പൗരത്വം, അതിരുകൾ തുടങ്ങിയവയാണ്. താഴെ കൊടുത്തിട്ടുള്ളവയിൽ രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗത്തിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ ഡി, ഉദ്യോഗസ്ഥ വൃന്ദമാണ് നമ്മുടെ രാഷ്ട്രീയ കാര്യനിർവഹണത്തിൽ ഉൾപ്പെടാത്തത്. പെടുന്നത് ആരൊക്കെയാണ്? പ്രധാനമന്ത്രി, ഉപരാഷ്ട്രപതി, രാഷ്ട്രപതി മുതലായവരാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിട്ടുള്ളവയിൽ പ്രധാനമന്ത്രിയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏത്? താഴെ കൊടുത്തിട്ടുള്ളവയിൽ പ്രധാനമന്ത്രിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിൾ ഏതാണ്? ഓപ്ഷൻ എ ആണ്. 75 നമ്മുടെ പ്രധാനമന്ത്രിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 52 എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? 52 രാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട വകുപ്പാണ് 52 എന്ന് പറയുന്നത് കേട്ടോ. ഓർത്ത് വയ്ക്കണേ. 75 പ്രധാനമന്ത്രിയാണ്, 52 രാഷ്ട്രപതിയാണ്. അതുപോലെ തന്നെ 129 എന്താണ്? സുപ്രീം കോടതി ഒരു കോർട്ട് ഓഫ് റെക്കോർഡായി പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന എന്താണ് ആർട്ടിക്കിളാണ് 129 എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സുപ്രീം കോടതി ഒരു കോർട്ട് ഓഫ് റെക്കോർഡായി പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? 129. ഇനി അതുപോലെ തന്നെ 3 ആർട്ടിക്കിൾ 3 എന്താണ്? പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിളാണ് 3 എന്ന് പറയുന്നത് കേട്ടോ. പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 3 എഴുതണേ. അറിയാത്തതുണ്ടെങ്കിൽ എഴുതി വെച്ചിട്ട് പഠിക്കണേ. പൊതുഭരണം എന്നാൽ ഗവൺമെൻറ് ഭരണത്തെ സംബന്ധിക്കുന്നതാണ്. ആരുടെ വാക്കുകൾ? പൊതുഭരണം എന്നാൽ ഗവൺമെൻറ് ഭരണത്തെ സംബന്ധിക്കുന്നതാണ്. ആരുടെയാണ് വാക്കുകൾ? ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഒരു വട്ടം. ഓപ്ഷൻ സി, എൻ ഗ്ലാഡൻ്റെ വാക്കുകളാണ് കേട്ടോ. പൊതുഭരണം എന്നാൽ ഗവൺമെൻറ് ഭരണത്തെ സംബന്ധിക്കുന്നതാണ് എന്ന് പറഞ്ഞത് ആരാണ്? എൻ ഗ്ലാഡനാണ്. താഴെ പറയുന്നവയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചുമതലയിൽ ഉൾപ്പെടാത്തത് ഏത്? മനുഷ്യാവകാശ സംരക്ഷണത്തിന് ഫലപ്രദമായ നിർദ്ദേശങ്ങൾ നൽകുക, മനുഷ്യാവകാശ രംഗത്ത് പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകൾ പരിപോഷിപ്പിക്കുക, മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട പരാതികളിൽ അന്വേഷണം നടത്തുക, മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട പരാതികളിൽ ശിക്ഷ വിധിക്കുക. ഏതാണ് മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചുമതലയുമായി ബന്ധപ്പെടാത്തത്? കേൾക്കുമ്പോൾ തന്നെ അറിയാലോ. അവർക്ക് എന്താണ്? ശിക്ഷ വിധിക്കാനുള്ള അധികാരമില്ല. എന്താണ്? ശുപാർശ ചെയ്യാനുള്ള അധികാരം മാത്രമേ ഉള്ളൂ. മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട പരാതികളിൽ ശിക്ഷ വിധിക്കാനുള്ള അവകാശം ആർക്കില്ല? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചുമതലയിൽ ഉൾപ്പെടുന്നില്ല. മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത കമ്മിറ്റി ഏത്? മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത കമ്മിറ്റി ഏത്? ഓപ്ഷൻ എ, സ്വരൺ സിംഗ് കമ്മിറ്റിയാണ്. നമ്മുടെ മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? സ്വരൺ സിംഗ് കമ്മിറ്റിയാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ബാക്കി കമ്മിറ്റികളോട് നോക്കിയാലോ.
PK തുങ്കൻ കമ്മിറ്റി സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നതാണ്. എന്താണ്? നമ്മുടെ ജില്ലാതല പ്ലാനിങ്ങുകളുടെ രാഷ്ട്രീയ ഭരണ സംവിധാനങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷനാണ് PK തുങ്കൻ കമ്മിറ്റി എന്ന് പറയുന്നത്. എന്താണ്? ജില്ലാതല പ്ലാനിങ്ങുകളുടെ രാഷ്ട്രീയ ഭരണ സംവിധാനങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷൻ ഏതാണ്? PK തുങ്കൻ കമ്മിറ്റി ആണ് കേട്ടോ. അതുപോലെ തന്നെ ബൽവന്ത് റായി മേത്ത കമ്മീഷൻ, അതെന്താണ്? ത്രിതല പഞ്ചായത്താണ് കേട്ടോ. ത്രിതല പഞ്ചായത്തി രാജ് സംവിധാനം ശുപാർശ ചെയ്ത കമ്മീഷൻ ഏതാണ്? ബൽവന്ത് റായി മേത്ത കമ്മീഷൻ ത്രിതല പഞ്ചായത്തി രാജ് സംവിധാനം എന്താണ് ശുപാർശ ചെയ്തു. LM സിംഗ്വി കമ്മീഷൻ എന്താണ്? നമ്മുടെ പഞ്ചായത്തി രാജ് സംവിധാനത്തെ ആദ്യമായി ഭരണഘടനാ വിധേയമാക്കണമെന്ന് നിർദ്ദേശിച്ച കമ്മീഷനാണ് ഏത് എന്ന് പറയുന്നത്? LM സിംഗ്വി കമ്മീഷൻ. മനസ്സിലാവുന്നുണ്ടോ? പഞ്ചായത്തി രാജ് സംവിധാനത്തെ ആദ്യമായി ഭരണഘടനാ വിധേയമാക്കണമെന്ന് പറഞ്ഞ കമ്മീഷൻ ഏതാണ്? LM സിംഗ്വി കമ്മീഷനാണ് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ ഓർത്തിരിക്കേണ്ട വേറെ കമ്മീഷനാണ് അശോക് മേത്ത കമ്മിറ്റി. എന്താണത്? ദ്വിതല പഞ്ചായത്തി രാജ് കേട്ടോ. ദ്വിതല പഞ്ചായത്തി രാജ് ഓർത്തിരിക്കണേ. ഇപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുത്. നമ്മുടെ ത്രിതല പഞ്ചായത്തി രാജ് ആണെങ്കിൽ ബൽവന്ത് റായി മേത്ത ത്രിതല ബെല്ല് 3 പ്രാവശ്യം അടിച്ചാലാണ് ആരെങ്കിലുമൊക്കെ വാതിൽ തുറക്കുള്ളൂ. അങ്ങനെയൊക്കെ ആലോചിക്കട്ടോ. ത്രിതല ബൽവന്ത് റായി മേത്ത ത്രിതല പഞ്ചായത്ത്. അശോക് മേത്തയാണെങ്കിലോ ദ്വിതല പഞ്ചായത്തി രാജ്. മനസ്സിലാവുന്നുണ്ടോ? പഠിച്ചിട്ട് പോവാം കേട്ടോ. ഷോർട്ട് നോട്ടിലേക്ക് അറിയുന്നുണ്ടെങ്കിലും ജസ്റ്റ് ചെറുതായിട്ടൊന്നിങ്ങനെ എഴുതി വെക്കുക കേട്ടോ. നൈസായിട്ടൊന്ന് എഴുതി വെക്കുക. എഴുതി വെക്കുമ്പോൾ ചിലപ്പോൾ തലയിൽ കയറിയാലോ. സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏത്? സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് ഇലക്ഷൻ കമ്മീഷൻ. സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏത്? ഏതാണ്? 243K ആണ് അല്ലേ? 243 ക്ലോസ് K ആണ് എന്തിനെ കുറിച്ച് പറയുന്നത്? നമ്മുടെ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പറയുന്നത്. 243 ക്ലോസ് K ആണ്. ഇനി നമ്മുടെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഏതാണ്? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്ന വർഷമാണ് 1993 ഡിസംബർ 3. 1993 ഡിസംബർ 3 നമ്മുടെ കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത്. നമ്മുടെ ഈ കേരള സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണ്? ഗവർണറാണ് കേട്ടോ. അതുപോലെ തന്നെ അവരുടെ കാലാവധി എന്ന് പറയുന്നത് 5 വർഷവും 65 വയസ്സുമാണ് കേട്ടോ. 5 വർഷവും 65 വയസ്സുമാണ് അവരുടെ കാലാവധി എന്ന് പറയുന്നത്. നമ്മുടെ എന്നാണ് നിലവിൽ വന്നത്? 1993 ഡിസംബർ 3 നിലവിൽ വന്നു. ആരാണ് അവരെ നിയമിക്കുന്നത്? ഗവർണറാണ് നിയമിക്കുന്നത്. കാലാവധി എങ്ങനെയാണ്? 5 വർഷം 65 വയസ്സാണ്. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചാണ് കേട്ടോ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ചോദിക്കട്ടെ, നമ്മുടെ നിലവിലെ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? നിലവിലെ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? ഷാജഹാനാണ് കേട്ടോ. ഷാജഹാനാണ്. പക്ഷേ ഇപ്പോൾ അടുത്ത് എന്തായാലും മാറ്റമുണ്ടാകും. നിങ്ങൾ ശ്രദ്ധിക്കണേ. നിങ്ങൾ കറണ്ട് അഫെയർ എഴുതി വെക്കുന്ന സമയത്ത് അപ്പോയിൻമെൻറ്റ് സെപ്പറേറ്റ് ആയിട്ട് എഴുതി വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. അതും വല്ല പെൻസിലൊക്കെ ഉപയോഗിച്ചിട്ട് എഴുതുകയാണെങ്കിൽ അത്രയും നല്ലത്. കാരണം നമുക്കത് മായ്ച്ചിട്ട് വീണ്ടും അവിടെ എഴുതി വെക്കും. വെട്ടും തിരുത്തൊക്കെയാണെന്ന് വെച്ചാൽ അത് ഒരുമാതിരി അഭംഗിയായിരിക്കും. അപ്പോൾ അത് പെൻസിൽ കൊണ്ട് എഴുതുകയാണെങ്കിൽ നമുക്കത് ഇറേസ് ചെയ്തിട്ട് നമുക്കവിടെ പുതിയത് കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മുടെ നിലവിലെ ഇലക്ഷൻ കമ്മീഷണർ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണർ മാറാനുള്ള ചാൻസ് ഉണ്ട്. ഉടൻ തന്നെ ആവുന്നത് നമ്മുടെ KG സനൽകുമാർ ആയിരിക്കും. അങ്ങനെ ഒരു ന്യൂസ് ഉണ്ട്. അപ്പോൾ നിലവിൽ പഠിച്ചു വയ്ക്കുക ഷാജഹാനാണ്. നമ്മുടെ കേരള ഇലക്ട്രൽ ഓഫീസർ ആരാണെന്ന് ചോദിച്ചാൽ അത് പ്രണബ് ജ്യോതി നാഥാണ് കേട്ടോ. പ്രണബ് ജ്യോതി നാഥ് എഴുതി വെച്ചോ കേട്ടോ. പ്രണബ് ജ്യോതി നാഥാണ് നമ്മുടെ നിലവിലെ കേരള ചീഫ് ഇലക്ട്രൽ ഓഫീസർ എന്ന് പറയുന്നത്. പ്രണബ് ജ്യോതി നാഥാണ്. ഇലക്ഷൻ കമ്മീഷണർ ഷാജഹാനാണ്. കേരള ചീഫ് ഇലക്ട്രൽ ഓഫീസർ ആരാണെന്ന് ചോദിച്ചാൽ അത് പ്രണബ് ജ്യോതി നാഥാണ് കേട്ടോ. പ്രണബ് ജ്യോതി നാഥാണ്. ഇവിടുന്ന് വേറെയും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമ്മളുടെ ഇന്ത്യയുടെ ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആര് എന്നുള്ളത്. ഇന്ത്യയുടെ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? സുകുമാർ സെൻ ആണ് അല്ലേ? സുകുമാർ സെന്നാണ് നമ്മുടെ ആദ്യത്തെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ മലയാളി തിരഞ്ഞെടുപ്പ് കമ്മീഷനായിട്ടുള്ള ആദ്യ മലയാളി ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ്? TN ശേഷനാണ്.
ആദ്യമായി ഇലക്ഷൻ കമ്മീഷണറാകുന്ന ആദ്യ മലയാളി ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ്? TN ശേഷനാണ്. അതുപോലെ തന്നെ രമാദേവി, VS രമാദേവി, അതാരാണ്? രമാദേവി എന്താണ്? ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആകുന്ന ആദ്യത്തെ വനിതയാണ് VS രമാദേവി എന്ന് പറയുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് 3 പേര്, സുകുമാർ സെന്ന്, TN ശേഷൻ, VS രമാദേവി ഓർത്തിരിക്കുക കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ ഷാജഹാനെയും പ്രണബ് ജ്യോതിനാഥിനെയും മറന്നു പോകരുതേ. നിർദ്ദേശ തത്വങ്ങളുടെ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏതാണ്? അന്തർദേശീയ സമാധാനം പരിപോഷിപ്പിക്കുക, കുടിൽ വ്യവസായം പരിപോഷിപ്പിക്കുക, ജീവിത നിലവാരം ഉയർത്തുക. ഓപ്ഷൻ എ 1, 2 എന്നിവ 3 എന്നിവ എന്താണ്? ശരിയാണ്. ഇത് 3ഉം എന്താണ്? നിർദ്ദേശക തത്വങ്ങളുടെ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. നമ്മളുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് ഈ ആശയം എവിടുന്നാണ് ഇന്ത്യ കടം കൊണ്ടിട്ടുള്ളതെന്ന്. എവിടുന്നാണ്? അയർലൻഡിൽ നിന്നാണ് കേട്ടോ. അയർലൻഡിൽ നിന്നാണ് ഇന്ത്യ ഈ നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ആശയം കടം കൊണ്ടിരിക്കുന്നത്. ഏതാണ് ഭാഗം? ഭാഗം 4 അല്ലേ? ഭാഗം ആർട്ടിക്കിൾ എവിടം മുതൽ എവിടം വരെയാണ്? 15 മുതൽ 36 വരെയാണ് അല്ലേ ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. പിന്നെന്താണ്? നമ്മുടെ നിർദ്ദേശക തത്വങ്ങൾ എന്തിന് അർഹമല്ല? ന്യായവാദത്തിന് അർഹമല്ല. നിർദ്ദേശക തത്വങ്ങൾ ലംഘിക്കപ്പെട്ട് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ ഒന്നും നേരിട്ട് പോയിട്ട് സമീപിക്കാൻ വേണ്ടിയിട്ട് കഴിയില്ല. നമ്മുടെ പ്രശ്നത്തിന് പരിഹാരം കാണാൻ വേണ്ടിയിട്ട് കഴിയില്ല. ഇതെന്താണ്? ന്യായവാദത്തിന് അർഹമല്ല. മൗലികാവകാശങ്ങൾ എന്താണ്? ന്യായവാദത്തിന് അർഹമാണ്. നമുക്ക് ലംഘിക്കപ്പെട്ടാൽ എന്താണ്? സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ നേരിട്ട് പോയിട്ട് സമീപിക്കാവുന്നതാണ്. ഇതും കൂടെ ഇവിടെ നിന്ന് ഓർത്തിരിക്കുക കേട്ടോ. അതുപോലെ തന്നെ ഈ നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്തൊരു കമ്മീഷനുണ്ട്. ഏതാണെന്നറിയോ? അത് തേജ് ബഹദൂർ സപ്രു കമ്മിറ്റിയാണ് കേട്ടോ. തേജ് ബഹദൂർ സപ്രു കമ്മിറ്റി മറന്നു പോവല്ലേ. തേജ് ബഹദൂർ സപ്രു കമ്മിറ്റി എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? നിർദ്ദേശക തത്വങ്ങളുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഇന്ത്യൻ ഭരണഘടന ഭരണഘടനയാണ്. ഇന്ത്യൻ ഭരണഘടന അയവുള്ള ഭരണഘടനയാണ്. ഇന്ത്യൻ ഭരണഘടന ഭാഗികമായി അയവുള്ളതും ഭാഗികമായി ദൃഢവുമാണ്. ഭരണഘടനാ ഭേദഗതി ബില്ല് ആദ്യം അവതരിപ്പിക്കേണ്ടത് ലോകസഭയിലാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇന്ത്യൻ ഭരണഘടന ഭാഗികമായി അയവുള്ളതും ഭാഗികമായി എന്താണ്? ദൃഢവുമാണ്. ഇതെന്താണ്? നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതയാണ്. വേറെ എന്തെല്ലാം സവിശേഷതയാണ് നമുക്ക് അറിയാവുന്നത്, നമ്മൾ പഠിച്ചിട്ടുള്ളത്? മൗലികാവകാശങ്ങൾ, പിന്നെന്താണ്? നിർദ്ദേശക തത്വങ്ങൾ, പിന്നെന്താണ്? ഏക പൗരത്വം. ഇതൊക്കെ നമ്മൾ പഠിച്ചതല്ലേ. ഇതെല്ലാം എന്താണ്? നമ്മുടെ ഭരണഘടനയുടെ സവിശേഷതകളാണ് കേട്ടോ. പിന്നെന്താണുള്ളത്? സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. ഇതൊക്കെ നമ്മൾ പഠിച്ചതല്ലേ. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. അതുപോലെ തന്നെ എന്താണ്? ഫെഡറൽ സംവിധാനം, ഒരു കേന്ദ്രീകൃത ഫെഡറൽ സംവിധാനമുണ്ട്. പിന്നെന്താണ്? ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയാണ്. അതുപോലെ തന്നെ എന്താണ്? ഒരു മതേതര രാഷ്ട്രമാണ്. ഇതൊക്കെ എന്താണ്? നമ്മളുടെ ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകളിൽ SCERTയിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇന്ന് നമ്മൾ 20 ക്വസ്റ്റ്യൻസ് ആണ് നോക്കിയിട്ടുള്ളത്. 20 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ ഷോർട്ട് നോട്ടിലേക്ക് എഴുതി വയ്ക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. പഠിക്കാനും മറക്കരുത്. നിങ്ങൾക്ക് അറിയാത്ത ഭാഗം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണോ പഠിക്കുന്നത് അത് റെഫർ ചെയ്തിട്ട് നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. ആ ഒരു ഭാഗം നിർദ്ദേശക തത്വങ്ങളാണെങ്കിൽ അത്, മൗലികാവകാശങ്ങളാണെങ്കിൽ അത്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ പ്രിലിംസുമായിട്ട് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. മൗലികാവകാശങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ, ഇതെല്ലാം ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു ക്ലാസ്സിൽ കാണാം. താങ്ക് യു.